നമസ്കാരം. ഡിറ്റർമിനൻറ്റിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് യൂസിങ് സെറ്റ്, അതായത് സെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ സെറ്റിൽ പഠിച്ച സെറ്റ് ഓപ്പറേഷൻസും അതുപോലെ സെറ്റിൽ കാർഡിനൽ നമ്പറുമായി ബന്ധപ്പെട്ട് പഠിച്ച ചില ഫോമുലകളും ഒന്ന് ഓർമ്മിച്ചതിന് ശേഷം നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. അതിൽ നമുക്ക് ആദ്യം സെറ്റ് ഓപ്പറേഷൻസ് ആണ്. സെറ്റ് ഓപ്പറേഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റുകളും എഴുതി ഫോം ചെയ്യുന്ന സെറ്റാണ് എ യൂണിയൻ ബി. അപ്പോൾ ഒരു എലമെന്റ് എ യൂണിയൻ ബിക്കകത്ത് വരണം എന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ എയിൽ വരണം, അതല്ല എങ്കിൽ ബിയിൽ വരണം. എയിലോ ബിയിലോ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഉണ്ടെങ്കിൽ അത് എ യൂണിയൻ ബിയിൽ വരുന്നതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എ യൂണിയൻ ബി നമ്മൾ മറ്റൊരു രീതിയിലും പറയാറുണ്ട്, എ ഓർ ബി ഓർ സി. അതുപോലെ തന്നെയാണ് എ യൂണിയൻ ബി യൂണിയൻ സി. എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെന്റുകളും എഴുതുന്നതാണ് എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പോൾ ഒരു എലമെന്റ് എ യൂണിയൻ ബി യൂണിയൻ സിയിൽ വരണമെങ്കിൽ അത് ഒന്നുകിൽ എയിൽ, അല്ലെങ്കിൽ ബിയിൽ, അതല്ല എങ്കിൽ സിയിൽ, ഇത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ വന്നാൽ അത് എ യൂണിയൻ ബി യൂണിയൻ സിയിൽ വരും. അപ്പോൾ എ ഓർ ബി ഓർ സി എന്ന് നമുക്കതിനെ പറയാം. അതല്ല എങ്കിൽ നമുക്കതിനെ ഇങ്ങനെ പറയാം, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ബി സി എന്നും നമുക്ക് പറയാം. ഇനി എ ആൻഡ് ബി, എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റുകളും എയിലെയും ബിയിലെയും എല്ലാ എലമെന്റുകളും അല്ല, എയിലെയും ബിയിലെയും കോമൺ എലമെന്റുകൾ സെറ്റാണ് എ ഇന്റർസെക്ഷൻ ബി. രണ്ടിലും കോമണായി വരുന്ന എലമെന്റുകളുടെ സെറ്റാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഒരു എലമെന്റ് എ ഇന്റർസെക്ഷൻ ബിയിൽ വരണമെങ്കിൽ അത് എയിലും ഉണ്ടാവണം, ബിയിലും, രണ്ടിലും ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എ ആൻഡ് ബി എന്ന് പറയുന്നത്. ഇനി എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളത് ബിയിലില്ലാത്തത് എന്നാണ്. ബിയിലില്ലാത്തത് എന്ന് പറയുമ്പോൾ, ഒരു സെറ്റിൽ ഇല്ല എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്റിൽ ഉണ്ടാവും. അപ്പം ബിയിലില്ലാത്തത് എന്ന് പറയുമ്പോൾ അത് ബി കോംപ്ലിമെന്റിൽ ഉണ്ടാവും. അപ്പം എയിലുണ്ട്, ബിയിലില്ല, ദാറ്റ് മീൻസ് ബി കോംപ്ലിമെന്റിലുണ്ട്. എയിലുമുണ്ട്, ബി കോംപ്ലിമെന്റിലുമുണ്ട്. അതുകൊണ്ടത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ ഉണ്ടാവും. അതുകൊണ്ട് എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും സെയിം ആണ്. അപ്പോൾ ഒരു എലമെന്റ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എയിലുണ്ട്, അതോടൊപ്പം ബി കോംപ്ലിമെന്റിലുമുണ്ട്, ദാറ്റ് മീൻസ് ബിയിലില്ല എന്നർത്ഥം. അപ്പോൾ എയിലുണ്ട്, ബിയിലില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് എ ആൻഡ് നോട്ട് ബി എന്നതിനെ പറയുന്നത്. അതേപോലെ ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റിനെ നമ്മൾ ബി ആൻഡ് നോട്ട് എ എന്ന് പറയും. ഇനി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ ഒരു എലമെന്റ് വരണമെങ്കിൽ അത് എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും ഉണ്ടാവണം. ദാറ്റ് മീൻസ് എയിലും ബിയിലും ഉണ്ടാകരുത്, എയിലും ഉണ്ടാവരുത്, ബിയിലും ഉണ്ടാവരുത്. രണ്ടിലുമില്ല എങ്കിൽ രണ്ടിൻ്റെയും കോംപ്ലിമെന്റിൽ ഉണ്ടാവും. അപ്പോൾ രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ ആ കോംപ്ലിമെന്റുകളുടെ ഇന്റർസെക്ഷനിൽ വരും. അതുകൊണ്ട് നമ്മൾ അതിനെ നെയ്തർ എ നോർ ബി, നെയ്തർ മീൻസ് നോ എന്നർത്ഥത്തില്ല, എയും ഇല്ല ബിയും ഇല്ല എന്നർത്ഥത്തില്ല, നെയ്തർ എ നോർ ബി എന്ന് നമ്മളതിനെ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് പഠിച്ച ഫോമുലകളും കൂടെ ഒന്ന് ഓർക്കാം, വേറൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ യൂണിയൻ ബി ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി. എപ്പോഴാ ഈ എയും ബിയും രണ്ട് ഡിസ്ജോയിന്റ് സെറ്റുകളാണെങ്കിൽ, കോമൺ എലമെന്റ് ഇല്ലാത്ത സെറ്റുകളാണെങ്കിൽ ഇങ്ങനെ എഴുതാം. അല്ല എങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതേപോലെ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി minus n of a intersection b minus n of b intersection c minus n of a intersection c plus n of a intersection b intersection c. അതുപോലെ n of a minus b അല്ലെങ്കിൽ n of a intersection b complement equal to n of a minus n of a intersection b. ഇത് നമ്മൾ ഫോമുല പഠിച്ചപ്പോൾ പറഞ്ഞു, ഡയഗ്രാം മനസ്സിൽ ഓർത്തുകൊണ്ട് പഠിക്കണം എന്ന് പറഞ്ഞ ഫോമുലയാണ്. അതുപോലെ എൻ ഓഫ് ബി മൈനസ് എ എന്ന് പറയുന്നത് എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അതുപോലെ എൻ ഓഫ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ ആണ്. അതായത് ഒരു സെറ്റിലെ കോംപ്ലിമെന്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് കാണാൻ യൂണിവേഴ്സൽ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് ആ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് മൈനസ് ചെയ്താൽ മതി.
ഇത്രയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. പ്രോബ്ലം ഇതാണ്. ഇൻ എ സ്കൂൾ ദെയർ ആർ 20 ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്സ് ഓർ ഫിസിക്സ്. സ്കൂളിലെ 20 പേര് മാത്സ് ഓർ ഫിസിക്സ്, മാത്സോ ഫിസിക്സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പഠിപ്പിക്കുന്ന 20 പേരുണ്ട്. ഔട്ട് ഓഫ് ദീസ് 12 ടീച്ചേഴ്സ് ടീച്ച് മാത്സ്. ഇതിൽ 12 പേര് മാത്സ് പഠിപ്പിക്കുന്നു. 6 ടീച്ചേഴ്സ് ടീച്ച് മാത്സ് ആൻഡ് ഫിസിക്സ്. 6 പേര് മാത്സും ഫിസിക്സും പഠിപ്പിക്കുന്നു. ഹൗ മെനി ടീച്ചേഴ്സ് ടീച്ച് ഫിസിക്സ്? എത്ര പേരാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് സെറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ സെറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഒന്ന്, ടീച്ചേഴ്സിനെ 2 സെറ്റുകളായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റ്, മറ്റൊന്ന് ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റ്. നമുക്ക് എ എന്നും ബി എന്നും വേണേൽ കൊടുക്കാം. ഇനി അതല്ല എങ്കിൽ കുറച്ചുകൂടെ സൗകര്യമായിട്ട് ഓർക്കാനുള്ളപ്പോൾ എയ്ക്കും ബിക്കും പകരം എമ്മും പിയും എടുത്താൽ മതി. മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റ് എം എന്നും ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റ് പി എന്നും. എം ദ സെറ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്സ്, പി ദ സെറ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സ് ഹു ടീച്ച് ഫിസിക്സ്. അങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്തരം പ്രോബ്ലങ്ങളിൽ പൊതുവായി നമ്മൾ ചെയ്യുന്ന രീതികളെക്കുറിച്ച് ഒന്ന് പറയാം. ഇവിടെ നമ്മൾ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റിനെ എം എന്നും ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റിനെ പി എന്നും ഡിനോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? രണ്ടും പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർ എമ്മിലും പിയിലും ഉണ്ടാവും, രണ്ടിലും ഉണ്ടാവും. അപ്പോൾ അവർ എം ഇൻ്റർസെക്ഷൻ പിയിൽ ഉണ്ടാവും. അപ്പോൾ ആ സെറ്റിനെ നമുക്ക് എം ഇൻ്റർസെക്ഷൻ പി എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും, രണ്ടും പഠിപ്പിക്കുന്നവരുടെ സെറ്റിനെ. ഇനി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും പഠിപ്പിക്കുന്നവർ, ഒരെണ്ണമെങ്കിലും എന്ന് പറഞ്ഞാൽ മാത്സ് ഓർ ഫിസിക്സ്, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും, മാത്സ് ആവാം ഫിസിക്സ് ആവാം രണ്ടും കൂടിയോ ആകാം, ഒരെണ്ണമെങ്കിലും പഠിപ്പിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർ ടീച്ചേഴ്സിനെ എടുക്കുമ്പോൾ അവർ ഒരെണ്ണമെങ്കിലും പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ ഒന്നുകിൽ എമ്മിലുണ്ടാകും അല്ലെങ്കിൽ പിയിൽ, ഏതെങ്കിലും ഒരെണ്ണത്തിലെങ്കിലും അവർ ഉണ്ടാവും, ചിലപ്പോൾ രണ്ടിലും ഉണ്ടാവാം. എന്തിനും ഒരെണ്ണത്തിലെങ്കിലും ഉണ്ടാവും. ഒരെണ്ണത്തിലെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ എം യൂണിയൻ പിയിൽ ഉണ്ടാവും. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പഠിപ്പിക്കുന്നവരുടെ സെറ്റിനെ നമ്മൾ എം യൂണിയൻ പി എന്ന് എഴുതും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി 1-2 കാര്യങ്ങൾ കൂടി പറയാം. അത് ഈ പ്രോബ്ലത്തിന് ബാധകമല്ല എങ്കിൽ കൂടിയും പൊതുവായി ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് അതുകൂടി നമുക്കിപ്പോൾ തന്നെ ഒന്ന് പറയാം. അപ്പോൾ മാത്സ് പഠിപ്പിക്കാത്ത ടീച്ചേഴ്സിൻ്റെ സെറ്റ്, അങ്ങനെ ഒരു സെറ്റ് എടുക്കണമെങ്കിൽ അത് എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഇവിടെ നമുക്കത് വരുന്നില്ല, പക്ഷേ അങ്ങനെ വേണ്ടി വന്നാൽ എങ്ങനെ ഡിനോട്ട് ചെയ്യും? മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റാണ് എം. ഇപ്പോൾ മാത്സ് പഠിപ്പിക്കാത്ത ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർ എമ്മിലുണ്ടാവില്ല. എമ്മിലുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർ എവിടെ ഉണ്ടാവും? എം കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവും. അതേപോലെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ സെറ്റാണ് പി. അപ്പോൾ ഫിസിക്സ് പഠിപ്പിക്കാത്ത ടീച്ചേഴ്സിൻ്റെ സെറ്റിനെ നമുക്ക് പി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ഇനി മാത്സ് മാത്രം പഠിപ്പിക്കുന്നവർ എന്ന് പറയുമ്പോൾ അവർ എമ്മിലുണ്ടാവും, പക്ഷേ പിയിലുണ്ടാവില്ല. പിയിലുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പി കോംപ്ലിമെൻറ്റിലുണ്ടാവും. അപ്പോൾ എമ്മിലും ഉണ്ടാവും, പി കോംപ്ലിമെൻറ്റിലും ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് എം ഇൻ്റർസെക്ഷൻ പി കോംപ്ലിമെൻ്റ് എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ ഫിസിക്സ് മാത്രം പഠിപ്പിക്കുന്നവരാണെങ്കിലോ അവർ പിയിലുണ്ടാവും, പക്ഷേ ഫിസിക്സ് മാത്രം പഠിപ്പിക്കുന്നവർ മീൻസ് ഫിസിക്സ് പഠിപ്പിക്കുന്നു, മാത്സ് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അവർ പിയിലുണ്ടാവും, എമ്മിലുണ്ടാവില്ല മീൻസ് എം കോംപ്ലിമെൻറ്റിലുണ്ടാവും. അതുകൊണ്ട് പി ഇൻ്റർസെക്ഷൻ എം കോംപ്ലിമെൻ്റ് എന്ന് ഡിനോട്ട് ചെയ്യാം. അത് ഈ പ്രോബ്ലത്തിൽ അതൊന്നും വരുന്നില്ല. ഞാൻ പൊതുവായി ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യുന്നതിന് ഒരു മാർഗം പറഞ്ഞതാണ്. ഇനി രണ്ടും പഠിപ്പിക്കാത്തവർ, മാത്സ് പഠിപ്പിക്കുന്നില്ല ഫിസിക്സും പഠിപ്പിക്കുന്നില്ല, അങ്ങനെയാണെങ്കിലോ മാത്സ് പഠിപ്പിക്കാത്തവർ എമ്മിലുണ്ടാവില്ല, അപ്പോൾ എം കോംപ്ലിമെൻറ്റിലുണ്ടാവും. ഫിസിക്സ് പഠിപ്പിക്കാത്തവർ പിയിലുണ്ടാവില്ല, അപ്പോൾ പി കോംപ്ലിമെൻറ്റിലുണ്ടാവും. അപ്പോൾ അവർ എം കോംപ്ലിമെൻറ്റിലും പി കോംപ്ലിമെൻറ്റിലും ഉണ്ട്. അപ്പോൾ അവർ തീർച്ചയായും എം കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ പി കോംപ്ലിമെൻറ്റിലുണ്ടാവും. അതുകൊണ്ട് ആ സെറ്റിനെ നമ്മൾ എം കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ പി കോംപ്ലിമെൻറ്റ് എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇനി ഈ പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ദ സെറ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സ് ഹു ടീച്ച് മാത്സ്, അതിനെ എം എന്നും, ദ സെറ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സ് ടീച്ച് ഫിസിക്സ് എന്നുള്ളതിനെ പി എന്നും നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് there are 20 teachers who teach maths or physics എന്നാണ്. മാത്സ് ഓർ ഫിസിക്സ് എന്ന് പറയുമ്പോൾ എമ്മിലോ പിയിലോ ഏതിലെങ്കിലും ഒന്നില്ലെങ്കിലും അവർ ഉണ്ടാവും. അത് മീൻസ് എം ഓർ
പി ആണ്, അല്ലെങ്കിൽ എം യൂണിയൻ പിയിലാണ്. അപ്പോൾ എം യൂണിയൻ പിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് 20. അപ്പോൾ നമുക്ക് എൻ ഓഫ് എം യൂണിയൻ പി ഈക്വൽ ടു 20 എന്ന് എഴുതാം. എൻ ഓഫ് എം യൂണിയൻ പി ഈക്വൽ ടു 20. ഇനി ഔട്ട് ഓഫ് ദീസ് 12 ടീച്ചേഴ്സ് ടീച്ച് മാത്സ്. 12 പേര് മാത്സ് പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ അവരെ എമ്മിൽ ഉൾപ്പെടുത്താം. എൻ ഓഫ് എം ഈക്വൽ ടു 12. 6 ടീച്ചേഴ്സ് ടീച്ച് മാത്സ് ആൻഡ് ഫിസിക്സ്. രണ്ടും കൂടി പഠിപ്പിക്കുന്ന 6 പേരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് എം ഇൻ്റർസെക്ഷൻ പിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി ഈക്വൽ ടു 6. ഇപ്പോൾ എൻ ഓഫ് എം യൂണിയൻ പി 20, എൻ ഓഫ് എം 12, എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ ബി 6. ഹൗ മെനി ടീച്ചേഴ്സ് ടീച്ച് ഫിസിക്സ്? എത്ര പേർ ഫിസിക്സ് പഠിപ്പിക്കുന്നു? അപ്പോൾ എൻ ഓഫ് പി ആണ് അറിയേണ്ടത്. അപ്പോൾ എൻ ഓഫ് എം യൂണിയൻ പി ഈക്വൽ ടു എൻ ഓഫ് എം, ഫോർമുല എഴുതുകയാണ്, അഡീഷൻ തിയറമാണത്. എൻ ഓഫ് എം യൂണിയൻ പി ഈക്വൽ ടു എൻ ഓഫ് എം പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ പി. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എൻ ഓഫ് എം യൂണിയൻ പിക്ക് വരാൻ 20 എന്ന് കൊടുത്തു. 20 ഈക്വൽ ടു എൻ ഓഫ് എമ്മിന് 12 പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എം ഇൻ്റർസെക്ഷൻ ബിക്ക് 6. എൻ ഓഫ് പി നമുക്ക് അറിഞ്ഞുകൂടാ, അത് കണ്ടുപിടിക്കാനുള്ളത്, അതുകൊണ്ട് അത് അതേപോലെ എഴുതി. ദാറ്റ് ഈസ് 20 ഈക്വൽ ടു 12 മൈനസ് 6, 6 ആവും. 6 പ്ലസ് എൻ ഓഫ് പി, ഇതിപ്പുറം കൊണ്ടുവരുമ്പോൾ 6 ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ 20 മൈനസ് 6 ഈക്വൽ എൻ ഓഫ് പി, അല്ലെങ്കിൽ എൻ ഓഫ് പി ഈക്വൽ ടു 20 മൈനസ് 6 ഈക്വൽ ടു 14 എന്ന് കിട്ടി. Therefore, number of teachers who teach physics equal to 14. ഇതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In a class of 35 students, 24 like to play cricket, 16 like to play football. Each like to play at least one of these games. How many like to play both cricket and football? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സ്റ്റുഡൻസിൻ്റെ നമുക്ക് 2 സെറ്റാക്കാം എന്ന് മനസ്സിലായി. ഒന്ന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, മറ്റൊന്ന് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അല്ലേ? രണ്ടായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ സെറ്റും ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ സെറ്റും, ഇങ്ങനെ 2 സെറ്റുകളായിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. നമുക്ക് തുടങ്ങാം. ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ സെറ്റിനെ സി എന്നും ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ സെറ്റിനെ എഫ് എന്നും നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ തുടങ്ങിയിരിക്കുന്ന ഇതിനെ ക്ലാസ് ഓഫ് 35 സ്റ്റുഡൻസ്, 35 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ 35 എണ്ണം അവരെ ഏത് സെറ്റിൽ ഉൾപ്പെടുത്തും? നമുക്കത് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ വായിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ഇപ്പം തന്നെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളുണ്ട്. 24 ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന 24 പേരാണ്. നമ്മൾ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്, അതിനെ സി എന്ന് ഡിനോട്ട് ചെയ്തിരുന്നു. അതുപോലെ സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ, അതിനെ നമ്മൾ പി എഫ് എന്നും ഡിനോട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ 24 ലൈക്ക് ടു പ്ലേ ക്രിക്കറ്റ്, 24 പേര് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവരെ നമുക്ക് സിയിൽ ഉൾപ്പെടുത്താം. 16 ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ, 16 പേര് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവരെ നമുക്ക് എഫിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എൻ ഓഫ് സി 24 എന്നും എൻ ഓഫ് എഫ് 16 എന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ആ സെൻറ്റൻസ് ആണ് വളരെ പ്രധാനപ്പെട്ടൊരു സെൻറ്റൻസാണ്. ഈച്ച് ലൈക്ക് ടു പ്ലേ അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഗെയിംസ്. എന്താണ് അതിൻ്റെ മീനിങ്? ഈച്ച് ലൈക്ക് ടു പ്ലേ, ഈച്ച് മീൻസ് എല്ലാവരും, ലൈക്ക് ടു പ്ലേ കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഗെയിംസ്, ഇതിൽ ഒരെണ്ണമെങ്കിലും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് ഈ 35 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 35 പേരും ഏതെങ്കിലും ഒരു ഗെയിമെങ്കിലും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എന്ന് പറഞ്ഞാൽ ഇവർ ഒന്നുകിൽ ക്രിക്കറ്റ്, അതല്ല എങ്കിൽ ഫുട്ബോൾ, ഒരെണ്ണമെങ്കിലും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരെല്ലാവരും, എല്ലാ സ്റ്റുഡൻസും. ദാറ്റ് മീൻസ് ഒന്നും കളിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു സ്റ്റുഡൻറ്റ് പോലും ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഇവരെല്ലാവരും ഏതെങ്കിലും ഒരെണ്ണം കളിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവർ എല്ലാവരും തന്നെ ഒന്നുകിൽ സിയിലോ അല്ല എങ്കിൽ അവർ എഫിലോ ഉണ്ടാവും. ഒന്നുകിൽ സിയിലോ അല്ലെങ്കിൽ എഫിലോ ഉണ്ടാവും. ഏതെങ്കിലും ഒന്നില്ലെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് സി യൂണിയൻ എഫിൽ ഉണ്ടാവും എന്നാണ്. അപ്പോൾ ഈ 35 പേരും സി യൂണിയൻ എഫിലുണ്ട്. അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി യൂണിയൻ എഫ് ആണ് 35. അപ്പോൾ ഇവിടെ നമുക്ക് എൻ ഓഫ് സി യൂണിയൻ എഫ് ഇസിക്കൽ ടു 35 എന്ന് പറയാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റിയത് ഈ ഒരു സെൻറ്റൻസ് ഉള്ളത് കൊണ്ടാണ്. ഏത് സെൻറ്റൻസ്? ഈച്ച് ലൈക്ക് ടു പ്ലേ അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഗെയിംസ് എന്ന സെൻറ്റൻസ് ഉള്ളത് കൊണ്ടാണ്. ആ സെൻറ്റൻസ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ 35 പേരും ഏതെങ്കിലും ഒരെണ്ണം കളിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു ഗെയിമും കളിക്കാൻ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവാം.
രണ്ടും കളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അവർ സിയിലും വരില്ല, എഫിലും വരത്തില്ല. അതുകൊണ്ട് അവർ സി യൂണിയൻ എഫിൽ വരത്തില്ല. അപ്പോൾ നമുക്ക് എൻ ഓഫ് സി യൂണിയൻ എഫ് 35 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എൻ ഓഫ് സി യൂണിയൻ എഫ് ഇസിക്കൽ ടു 35 എന്ന് എഴുതാൻ പറ്റിയത്. ഏത് സെൻറ്റൻസ്? ഈച്ച് ലൈക്ക് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഗെയിംസ്. ഇവരെല്ലാവരും ഏതെങ്കിലും ഒരെണ്ണം കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ദാറ്റ് മീൻസ് ഇവരെല്ലാവരും തന്നെ സിയിലോ എഫിലോ ഒരെണ്ണത്തിലെങ്കിലും ഉണ്ടാവും എങ്കിൽ അവർ സി യൂണിയൻ എഫിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിച്ചത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി വരുന്ന പ്രോബ്ലങ്ങളിലും ആ സെൻറ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻ ഓഫ് സി യൂണിയൻ എഫ് ഇതുപോലെ എഴുതാൻ കഴിയുള്ളൂ എന്ന് അറിയുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? എൻ ഓഫ് സി യൂണിയൻ എഫ് 35, എൻ ഓഫ് സി 24, എൻ ഓഫ് എഫ് 16. ഇതിന് ചോദിച്ചിരിക്കുന്ന ഹൗ മെനി ലൈക്ക് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. രണ്ടും കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് എത്താം. പറയുമ്പോൾ രണ്ടും കളിക്കാൻ ഇഷ്ടപ്പെടുന്നത് പറയുമ്പോൾ സി ഇൻ്റർസെക്ഷൻ എഫ് ആണ്. അപ്പോൾ എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വരാം. എൻ ഓഫ് സി 24, എൻ ഓഫ് എഫ് 16. ഗിവൺ each student like to play at least one of these games and n of c union f is equal to 35. ഇനി നമുക്ക് ഫോർമുല എഴുതാം. n of c union f is equal to n of c plus n of f minus n of c intersection f. വാല്യൂസ് കൊടുക്കുകയാണ്. 35 is equal to 24 plus 16 minus n of c intersection f. That is 35 is equal to 40 minus n of c intersection f. മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ് ലെഫ്റ്റിലേക്ക് മാറ്റുക, 35 റൈറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ എഫ് ഇസിക്കൽ ടു 40 മൈനസ് 35 ഈക്വൽ ടു 5. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സി ഇൻ്റർസെക്ഷൻ എഫ്. സി ഇൻ്റർസെക്ഷൻ എഫ് മീൻസ് സിയിലും എഫിലും ഉള്ളവർ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റും ഫുട്ബോളും രണ്ടും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ഇസ് ഈക്വൽ ടു 5 അത് കിട്ടി. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ 250 ക്യാൻ സ്പീക്ക് ഹിന്ദി, 200 ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. Each person speak at least one of these languages. How many speak both English and Hindi? ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് രണ്ട് സെറ്റ് ആക്കാം. ഹിന്ദി സംസാരിക്കാൻ പറ്റുന്നവരുടെ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ഹിന്ദി, അതുപോലെ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എച്ച് എന്നും ഇ എന്നും നമുക്ക് ആ സെറ്റുകൾക്ക് പേരെടുക്കാം. അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന 250 പേരുണ്ട്. അപ്പോൾ എച്ചിൽ 250 എലമെൻറ്റ്സ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന 200 പേരുണ്ട്. അപ്പോൾ ഇയിൽ 200 എലമെൻറ്റ്സ് ഉണ്ട്. അടുത്തത് ഈച്ച് പേഴ്സൺ ലൈക്ക് സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ലാംഗ്വേജസ്. എല്ലാവരും ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കുന്നവരാണ് എന്ന്. അപ്പോൾ 400 പേരാണ് ആകെ ഉള്ളത്. ഇവരെല്ലാവരും ഒരെണ്ണമെങ്കിലും സംസാരിക്കുന്നവരാണ്. ദറ്റ് മീൻസ് ഒന്നുകിൽ ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ സംസാരിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അവർ എച്ചിലോ ഇയിലോ ഉണ്ടാവും. ദറ്റ് മീൻസ് അവർ എച്ച് യൂണിയൻ ഇയിൽ ഉണ്ടാവും. അപ്പോൾ എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ഈസ് ഈക്വൽ ടു 400 എന്ന് എഴുതാം. ഇവിടെയും ഈ സെൻറ്റൻസ് ആണ് അതിന് സഹായിച്ചത്. ഈച്ച് പേഴ്സൺ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ലാംഗ്വേജസ് എന്ന സെൻറ്റൻസ് ആണ് എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ഈസ് ഈക്വൽ ടു 400 എന്ന് എഴുതാൻ നമ്മളെ സഹായിച്ചത്. ഇനി ഹൗ മെനി സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. രണ്ട് സംസാരിക്കുന്നവർ. ദറ്റ് മീൻസ് എച്ച് ഇൻ്റർസെക്ഷൻ ഇയിൽ എത്ര എലമെൻ്റ് ഉണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ 50 സ്പീക്ക് മലയാളം, 20 സ്പീക്ക് ഹിന്ദി, 10 സ്പീക്ക് ബോത്ത് മലയാളം ആൻഡ് ഹിന്ദി. ഹൗ മെനി സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ലാംഗ്വേജസ്. ഹൗ മെനി സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ, ഒരെണ്ണമെങ്കിലും സംസാരിക്കുന്നവർ എത്ര. നമ്മൾ രണ്ട് സെറ്റാക്കി മാറ്റിയാൽ മലയാളം സംസാരിക്കുന്നവരുടെ സെറ്റും ഹിന്ദി സംസാരിക്കുന്നവരുടെ സെറ്റും എം എന്നും എച്ച് എന്നും എടുത്താൽ ഒരെണ്ണമെങ്കിലും സംസാരിക്കുന്നവർ എന്ന് പറയുമ്പോൾ എം യൂണിയൻ എച്ചിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര എന്നാണ് ചോദ്യം. ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഉണ്ട്, ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് 100 ഇൻ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, എത്ര പേരെന്ന് പറഞ്ഞിട്ടില്ല. 100 നോ ഹിന്ദി, 50 നോ ഇംഗ്ലീഷ്, 25 നോ both. Each person know either Hindi or English. How many students are there in the group? അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ 100 പേർക്ക് ഹിന്ദി അറിയാം, 50 പേർക്ക് ഇംഗ്ലീഷ് അറിയാം, 25 പേർക്ക് രണ്ടും അറിയാം. അപ്പോൾ നമുക്ക് സെറ്റ് എടുത്താൽ എൻ ഓഫ് എച്ച് എന്നും ഇ എന്നും എടുത്താൽ എൻ ഓഫ് എച്ച് 100ഉം എൻ ഓഫ് ഇ 50ഉം 25 പേർക്ക് രണ്ടും അറിയാം. എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ 25 ആണ്. ഈച്ച് പേഴ്സൺ നോ ഈതർ ഹിന്ദി ഓർ ഇംഗ്ലീഷ്. എല്ലാവർക്കും ഏതെങ്കിലും ഒരെണ്ണം, ഹിന്ദിയോ ഇംഗ്ലീഷോ ഒരെണ്ണമെങ്കിലും അറിയാവുന്നവരാണ്. അപ്പോൾ എല്ലാവരും ആ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ എല്ലാവർക്കും ഏതെങ്കിലും ഒന്നറിയാവുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും എച്ച് യൂണിയൻ ഇയിൽ വരും എന്നാണ്. എത്ര പേരുണ്ടോ അവരെല്ലാവരും തന്നെ എച്ച് യൂണിയൻ ഇയിൽ ഉണ്ടായിരിക്കും എന്നാണ് അതിനർത്ഥം. എന്നിട്ട് ചോദിക്കുന്നു ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ എല്ലാവരും എച്ച് യൂണിയൻ ഇയിൽ വരും. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എച്ച് യൂണിയൻ ഇയിൽ എത്ര എലമെൻ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അങ്ങനെ എഴുതാൻ സാധിച്ചത് ഈ സെൻറ്റൻസ് ആണ്. ഈച്ച് പേഴ്സൺ നോ എയ്തർ ഹിന്ദി ഓർ ഇംഗ്ലീഷ്. അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. അതല്ല എങ്കിൽ നമുക്ക് ഇവരെ എല്ലാവരെയും എച്ച് യൂണിയൻ ഇയിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. ഓക്കെ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 65 people
40 like cricket, 10 like cricket and tennis. Each like to play at least one of these games. 65 പേരുണ്ട്. 40 ലൈക്ക്. ഇപ്പോൾ നമുക്കിവിടെ ക്രിക്കറ്റ് കളിക്കുന്നവരുടെ സെറ്റും ടെന്നീസ് കളിക്കുന്നവരുടെ സെറ്റും സിയും ടിയും. സി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ക്രിക്കറ്റ്, ടി ദ സെറ്റ് ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ്. അപ്പോൾ 40 ലൈക്ക് ക്രിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ ഓഫ് സി 40. എൻ ഓഫ് സി ഈസിക്കൽ ടു 40. 10 ലൈക്ക് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്, രണ്ടും ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി ഈസിക്കൽ ടു 10. എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി ഈസിക്കൽ ടു 10. ഇനി ഇൻ എ ഗ്രൂപ്പ് ഓഫ് 65 പീപ്പിൾ, അത് പറഞ്ഞിട്ടുണ്ട്. 65 പേരുണ്ട്. അപ്പോൾ 65 പേരെ എന്തിൽ ഉൾപ്പെടുത്തണം നമുക്ക് നോക്കാം. അതിനതായി സെൻറ്റൻസ് ഈച്ച് ലൈക്ക് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഗെയിംസ്. ഇവരെല്ലാവരും ഇതിൽ ഒരെണ്ണമെങ്കിലും കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. അപ്പം നമുക്ക് ഉറപ്പായി ഈ 65 പേര് ഒരെണ്ണമെങ്കിലും ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവർ എല്ലാവരും ഒന്നുകിൽ സിയിലോ അല്ലെങ്കിൽ ടിയിലോ വരുന്നവരാണ്. ദാറ്റ് മീൻസ് അവരെല്ലാവരും സി യൂണിയൻ ടിയിൽ വരുന്നവരാണ്. അപ്പോൾ എൻ ഓഫ് സി യൂണിയൻ ടി ഈസിക്കൽ ടു 65. അത്ര എഴുതാം. എൻ ഓഫ് സി 40, എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി 10, എൻ ഓഫ് സി യൂണിയൻ ടി ഈസിക്കൽ ടു 65. ഇനി ചോദിക്കുന്നു ഹൗ മെനി ലൈക്ക് ടെന്നീസ്, എത്ര പേര് ടെന്നീസ് ഇഷ്ടപ്പെടുന്നു. ദാറ്റ് മീൻസ് എൻ ഓഫ് ടി. ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി, അത് വ്യത്യാസം മനസ്സിലാക്കണം. ഹൗ മെനി ലൈക്ക് ടെന്നീസും ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലിയും. ഹൗ മെനി ലൈക്ക് ടെന്നീസ് മീൻസ് ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ എത്ര. ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയുമ്പോൾ അവർ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം, രണ്ടുമാകാം. ടെന്നീസ് ഇഷ്ടപ്പെടാം, ക്രിക്കറ്റ് ഇഷ്ടപ്പെടാം, കുഴപ്പമില്ല. ടെന്നീസ് ഇഷ്ടപ്പെടുകയും ക്രിക്കറ്റ് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യാം, അങ്ങനെയും ആവാം, എങ്ങനെ വേണമെങ്കിലും ആകാം, അല്ലേ. എന്നാൽ ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി എന്ന് പറഞ്ഞാൽ ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ. ദാറ്റ് മീൻസ് അവർ ടെന്നീസ് ഇഷ്ടപ്പെടുന്നവരും അവർ ക്രിക്കറ്റ് ഇഷ്ടപ്പെടാത്തവരുമാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഹൗ മെനി ലൈക്ക് ടെന്നീസ് എന്ന് പറയുമ്പോൾ ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ അവർ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി എന്ന് പറഞ്ഞാൽ ടെന്നീസ് ഇഷ്ടപ്പെടുന്നു, ക്രിക്കറ്റ് ഇഷ്ടപ്പെടാത്തവർ, അങ്ങനെയാണ്. അതുപോലെ ഹൗ മെനി ലൈക്ക് ക്രിക്കറ്റ് മാത്രം ഇഷ്ടപ്പെടുന്നു, അത് മീൻസ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നു, ടെന്നീസ് ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എൻ ഓഫ് സി യൂണിയൻ ടി ഈസിക്കൽ ടു 65, എൻ ഓഫ് സി 40, എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി 10. ഇത്രയുണ്ട്. നമുക്ക് അഡീഷൻ തിയറം വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എൻ ഓഫ് സി യൂണിയൻ ടി ഈസിക്കൽ ടു എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി. വാല്യൂസ് കൊടുക്കുകയാണ്. എൻ ഓഫ് സി യൂണിയൻ ടിക്ക് പകരം 65 എന്ന് കൊടുത്തു, ഈക്വൽ ടു എൻ ഓഫ് സിക്ക് പകരം 40 കൊടുത്തു, പ്ലസ് എൻ ഓഫ് ടി നമുക്ക് അറിഞ്ഞൂടാ, അങ്ങനെ തന്നെ എഴുതി, മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി 10. നോ 40 മൈനസ് 10 30 ആവും. അപ്പോൾ 65 ഈസിക്കൽ ടു 30 പ്ലസ് എൻ ഓഫ് ടി. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 65 മൈനസ് 30 ഈസിക്കൽ എൻ എഫ് ടി, അല്ലെങ്കിൽ എൻ എഫ് ടി ഈസിക്കൽ ടു 65 മൈനസ് 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 35. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് എന്നാണ്, അത് 35 എന്ന് കിട്ടി. അടുത്തത് നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് ഓൺലിയാണ്. ടെന്നീസ് ഓൺലി എന്ന് പറയുമ്പോൾ അത് ടെന്നീസ് ഇഷ്ടപ്പെടുകയും ക്രിക്കറ്റ് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ എന്നാണ്. ടെന്നീസ് ഇഷ്ടപ്പെടുമ്പോൾ ടിയിൽ വരും, ക്രിക്കറ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവർ സിയിൽ വരില്ല. ദാറ്റ് മീൻസ് സി കോംപ്ലിമെൻറ്റിൽ വരും. അപ്പോൾ ടി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് എന്നതിനെ എഴുതാം. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് ഓൺലി ആണെങ്കിൽ അത് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് ആണ്. നമ്മൾ വ്യത്യാസം കണ്ടല്ലോ. നമ്മൾ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് ആണെങ്കിൽ അത് എൻ ഓഫ് ടി ആയിരുന്നു. പക്ഷേ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് ഓൺലി വന്നപ്പോൾ അത് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. അതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളത് ഡയഗ്രാം വെച്ചിട്ടാണ് മനസ്സിലോർത്തത്. യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിൾ വരച്ചു. സിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സർക്കിൾ നമുക്ക് കാണാം, ടിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സർക്കിൾ നമുക്ക് കാണാം. ഈ സി ഇൻ്റർസെക്ഷൻ ടി കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ആണ്. ടി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ടിയിലുണ്ട്, സി കോംപ്ലിമെൻറ്റിലില്ല. സി കോംപ്ലിമെൻറ്റിലുണ്ട് മീൻസ് സിയിലില്ല. അപ്പോൾ ടിയിലുണ്ട്, സിയിലില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് ടി. ആ ടിയിൽ നിന്ന് സിയിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതായി സി ഇൻ്റർസെക്ഷൻ ടി ആണ്. അപ്പോൾ ഈ ടിയിൽ നിന്നും സി ഇൻ്റർസെക്ഷൻ ടിയെ ഒഴിവാക്കുന്നതാണ് ടി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ്. അപ്പോൾ ടി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റുകളുടെ എണ്ണം കാണാൻ ടിയിലെ എലമെൻറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് സി ഇൻ്റർസെക്ഷൻ ടിയിലെ എലമെൻറ്റുകളുടെ എണ്ണം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് കിട്ടാൻ എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി. അതാണ് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി. ഇറ്റ് ഈസ് 35 മൈനസ് 10 ഈസ് ഈക്വൽ ടു 25. അത് ഇങ്ങോട്ട് മാറിപ്പോയതാണ്. 35 ആ ലൈനിലേക്ക് വരണം. 35 മൈനസ് 10 ഈസ് ഈക്വൽ ടു 25. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ക്രിക്കറ്റ് ഓൺലി ടെന്നീസ് ഓൺലി ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടി. അടുത്ത നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ക്രിക്കറ്റ് ഓൺലി, ക്രിക്കറ്റ് മാത്രം ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ അവർ സിയിൽ വരും.
പക്ഷെ അവർ ടെന്നീസ് ഇഷ്ടപ്പെടാത്തവരായതുകൊണ്ട് അവർ ടിയിൽ വരില്ല. ദാറ്റ് മീൻസ് ടി കോംപ്ലിമെൻറ്റിൽ വരും. അപ്പോൾ അതിനെ നമുക്ക് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. ഇതേപോലെ ഈ സി ഇൻ്റർസെക്ഷൻ ടി കോംപ്ലിമെൻ്റ് നമ്മൾ കാണുന്നുണ്ടല്ലോ, അത് കാണാനായിട്ട് സിയിലെ എലമെൻറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് സി ഇൻ്റർസെക്ഷൻ ടിയിലെ എലമെൻറ്റുകളുടെ എണ്ണം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി എന്ന് കിട്ടും. ദാറ്റ് ഈസ് 40 മൈനസ് 10 ഈക്വൽ ടു 30 എന്ന് കിട്ടും. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് 150 were found drinking tea, 225 drinking coffee, 100 were drinking both tea and coffee. How many were drinking neither tea nor coffee? In a survey of 600 students ഉണ്ട്. അതിൽ 150 were found drinking tea, 225 drinking coffee, 100 were drinking both tea and coffee. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. The set of students drinking tea എന്നും the set of students drinking coffee C എന്നും ഡിനോട്ട് ചെയ്യാം. അപ്പോൾ 150 were found drinking tea. ടീ കുടിക്കുന്നത് 150 ആണ്. അപ്പോൾ എൻ ഓഫ് ടി ഈസ് ഇക്വൽ ടു 150. 225 drinking coffee. അപ്പോൾ എൻ ഓഫ് സി ഈസ് ഇക്വൽ ടു 225. 100 were drinking both tea and coffee. രണ്ടും ഉണ്ട്. അപ്പോൾ ടി ആൻഡ് കോഫി ആണ്. ടി ഇൻ്റർസെക്ഷൻ സി ആണ്. എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി ഈസ് ഇക്വൽ ടു 100. ഇത്രയും പറയാം. ഇനി അപ്പോൾ ഈ 600 സ്റ്റുഡൻസിൻ്റെ സർവേ ആണ് നടത്തിയത്. അപ്പോൾ ഈ 600 എന്താണ്? അതിന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു. ക്രിക്കറ്റ്, ടെന്നീസ് അതിനകത്തുണ്ടായിരുന്നു. ഈച്ച് ലൈക്ക് ടു പ്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ഗെയിംസ്, അല്ലെങ്കിൽ എവരി വൺ ലൈക്ക് ടു ഡ്രിങ്ക് ടീ ആൻഡ് കോഫി, അല്ലെങ്കിൽ എവരി വൺ സ്പീക്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ലാംഗ്വേജസ് എന്നൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഈ ടോട്ടൽ നമ്പറിനെ നമുക്ക് സെറ്റുകളുടെ യൂണിയനിലാണ് ഉൾപ്പെടുത്തിയത്. പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണ് ഈച്ച് ലൈക്ക് ടു ഡ്രിങ്ക് എയ്തർ ടീ ഓർ കോഫി എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും ടീയോ കോഫിയോ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന ഒരു സെൻറ്റൻസ് കഴിഞ്ഞ പ്രോബ്ലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ അങ്ങനെ ഒരു സെൻറ്റൻസ് ഇവിടെ ഇല്ല. അങ്ങനെ ഒരു സെൻറ്റൻസ് ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഈ 600 പേരും ഏതെങ്കിലും ഒന്ന് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാവണമെന്നില്ല. ഇതിൽ ചിലരെങ്കിലും ഇത് രണ്ടും ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. അപ്പോൾ നമുക്ക് ഈ 600നെ എൻ ഓഫ് സി യൂണിയൻ ടി ആയിട്ട് എടുക്കാൻ കഴിയില്ല. പിന്നെ ഈ 600നെ എന്തായിട്ട് എടുക്കും? 600 മീൻസ് എല്ലാവരും ഉൾപ്പെടുന്ന സെറ്റാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ നമുക്ക് 600നെ എൻ ഓഫ് യു ആയിട്ട് എടുക്കാം. ഇതാണ് കഴിഞ്ഞ പ്രോബ്ലത്തിലുള്ള വ്യത്യാസം. അതാണ്. അപ്പോൾ ആ സെൻറ്റൻസിൻ്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ അത് ക്ലിയർ ആയല്ലോ, അതിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എൻ ഓഫ് യു ഈക്വൽ ടു 600, എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു 150, എൻ ഓഫ് സി ഈസ് ഈക്വൽ ടു 225, എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി ഈസ് ഈക്വൽ ടു 100. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇനി നമുക്ക് എൻ ഓഫ് ടി യൂണിയൻ സി ഒന്ന് കണ്ടുപിടിക്കാം. ടി യൂണിയൻ സി അത് എന്തിന് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് എൻ ഓഫ് ടി യൂണിയൻ സി ഒന്ന് കണ്ടുപിടിക്കാം. എൻ ഓഫ് ടി യൂണിയൻ സി മീൻസ് ടീയോ അല്ലെങ്കിൽ കോഫിയോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്നാണ്. എൻ ഓഫ് ചോദിച്ചിട്ടില്ല എങ്കിലും നമ്മളൊന്ന് കണ്ടുപിടിക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ളത് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എൻ ഓഫ് ടി യൂണിയൻ സിയുടെ ഫോർമുല എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ടി ഇൻ്റർസെക്ഷൻ സി. എൻ ഓഫ് ടി 150 ആണ്. 150 പ്ലസ് എൻ ഓഫ് സി 225 ആണ്. പ്ലസ് 225 മൈനസ് 100. 150 പ്ലസ് 225 375 വരും. മൈനസ് 100 275. അപ്പോൾ എൻ ഓഫ് ടി യൂണിയൻ സി ഈക്വൽ ടു 275. നമ്മൾ നേരത്തെ എൻ ഓഫ് യു എഴുതിയിട്ടുണ്ടായിരുന്നു 600, അത് ഓർമ്മ വേണം. ഇപ്പോൾ നമുക്ക് എൻ ഓഫ് ടി യൂണിയൻ സി 275 എന്ന് കിട്ടി. ഇനി ചോദ്യം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡ്രിങ്കിങ് നെയ്തർ കോഫി നോർ ടീ. ടീയോ കോഫിയോ രണ്ടും കുടിക്കാത്തവർ എന്നാണ്. രണ്ടും ഉപയോഗിക്കാത്തവരാകുമ്പോൾ അവർ ടീയിലും ഉണ്ടാവില്ല, സിയിലും ഉണ്ടാവില്ല, രണ്ട് സെറ്റിലും ഉണ്ടാവില്ല. ടീയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർ ടി കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവും. സിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവർ സി കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവും. ദാറ്റ് മീൻസ് ആ സെറ്റിനെ നമുക്ക് അപ്പോൾ രണ്ടിലുമുണ്ട്, ടി കോംപ്ലിമെൻറ്റിലുമുണ്ട് സി കോംപ്ലിമെൻറ്റിലുമുണ്ട്. അതുകൊണ്ട് ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവും. അപ്പോൾ രണ്ടും കുടിക്കാൻ ഇഷ്ടപ്പെടാത്തവരുടെ സെറ്റിനെ നമുക്ക് ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. അതാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡ്രിങ്കിങ് നെയ്തർ കോഫി നോർ ടീ. രണ്ടും കുടിക്കാത്തവർ. അത് എൻ ഓഫ് ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻ്റ് ആണ്. നമ്മൾ ഓപ്പറേഷൻ ഓൺ സെറ്റ് പഠിച്ചപ്പോൾ ഡി മോർഗൻസ് ലാ എന്നൊരു ലാ പഠിച്ചിരുന്നു. ആ ലാ രണ്ട് ഫോർമുലകളാണ് ഡി മോർഗൻസ് ലാ എന്നറിയപ്പെട്ടത്. അതിലൊരു ഫോർമുല ഇതായിരുന്നു: എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ടി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ സി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു
ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. അപ്പോൾ എൻ ഓഫ് ടി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റിന് എൻ ഓഫ് ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ്. നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചല്ലോ, ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റിലെ നമ്പർ ഓഫ് എലമെന്റ് കാണണമെങ്കിൽ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് ദാറ്റ് സെറ്റ് എന്ന് എടുത്താൽ മതി. എൻ ഓഫ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ എന്നാണ്. അപ്പോൾ എൻ ഓഫ് ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് ടി യൂണിയൻ സി. അതായത് എപ്പോഴും കോംപ്ലിമെന്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് കാണണമെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എൻ ഓഫ് യു മൈനസ് ആ സെറ്റിലെ ടി യൂണിയൻ സിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് ടി യൂണിയൻ സി. വാല്യൂസ് രണ്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. എൻ ഓഫ് യു 600 എന്നും എൻ ഓഫ് ടി യൂണിയൻ സി 275 എന്നും കണ്ടതാണ്. അപ്പോൾ 600 മൈനസ് 275 325. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ആ വ്യത്യാസം നമ്മൾ ഓർക്കുക. ഇവിടെ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് പോലെ എവരിവൺ ലൈക്ക് ടു ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ടീ ഓർ കോഫി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എൻ ഓഫ് ടി യൂണിയൻ സി 600 എന്ന് എഴുതിയേനെ. പക്ഷെ അങ്ങനെ പറയാത്തത് കൊണ്ട് എൻ ഓഫ് ടി യൂണിയൻ സി 600 എന്ന് എഴുതാൻ പറ്റില്ല. അവിടെ എൻ ഓഫ് യു ആണ് 600. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എൻ ഓഫ് ടി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് കാണാൻ എൻ ഓഫ് ടി യൂണിയൻ സി ദ ഹോൾ കോംപ്ലിമെന്റ് എന്നാണ്. അപ്പോൾ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് ടി യൂണിയൻ സി ആണ്. അപ്പോൾ എൻ ഓഫ് ടി യൂണിയൻ സി ഇവിടെ ആവശ്യം വരും എന്നുള്ളത് കൊണ്ടാണ് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ നമ്മൾ എൻ ഓഫ് ടി യൂണിയൻ സി കണ്ടുപിടിച്ചത്. അത് ചോദിച്ചിട്ടില്ലായിരുന്നിട്ടും അത് കണ്ടുപിടിച്ചത് അതിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. ഔട്ട് ഓഫ് 500 കാർ ഓണേഴ്സ് ഇൻവെസ്റ്റിഗേറ്റഡ്, 400 ഓൺസ് കാർ എ, 200 ഓൺസ് കാർ ബി, 50 ഓൺസ് ബോത്ത് എ ആൻഡ് ബി. ഈസ് ദർ എനി മിസ്റ്റേക്ക് ഇൻ ദ ഡേറ്റ? വൈ? ഒരു ഡേറ്റ തന്നിട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന്, ഉണ്ടെങ്കിൽ എന്താണ് കാരണം? അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ നോക്കാം നമുക്ക്. ഇപ്പോൾ 500 ഓണേഴ്സ് ആണ്, അതിൽ 400 ഓൺസ് കാർ എ ആണ്. അപ്പോൾ നമുക്ക് കാർ എ ഉള്ളവർക്ക് നമ്മൾ ക്യാപിറ്റൽ എ എന്നും കാർ ബി ഉള്ളവരെ ക്യാപിറ്റൽ ബി എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ 400 ഓൺസ് കാർ എ, ദാറ്റ് മീൻസ് എൻ ഓഫ് എ ആണ് 400. 200 ഓൺസ് കാർ ബി, അപ്പോൾ എൻ ഓഫ് ബി 200. 50 ഓൺസ് ബോത്ത് എ ആൻഡ് ബി, രണ്ടുമുള്ളവർ 50, അപ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 50. അപ്പോൾ ഈ 500 എന്തായിരിക്കും? ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഇവരെല്ലാവരുടെയും കയ്യിൽ ഏതെങ്കിലും ഒരു കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി 500 എന്ന് എഴുതാം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 500 എന്ന് പറയുന്നത് എൻ ഓഫ് യു ആണ്. അപ്പോൾ എൻ ഓഫ് യു ഇസ് ഈക്വൽ ടു 500. എൻ ഓഫ് യു 500, എൻ ഓഫ് എ 400, എൻ ഓഫ് ബി 200, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 50. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഡേറ്റയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ എൻ ഓഫ് എ ഉണ്ട്, എൻ ഓഫ് ബി ഉണ്ട്, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഉണ്ട്, എൻ ഓഫ് യുവും ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എൻ ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഇത്രയും ഡാറ്റ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇല്ലാത്തത് എൻ ഓഫ് എ യൂണിയൻ ബി മാത്രമാണ്, ബാക്കി എല്ലാം ഉണ്ട്. അതുകൂടി ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആലോചിക്കാം ഡാറ്റയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന്. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എൻ ഓഫ് എ 400 ആണ്, പ്ലസ് എൻ ഓഫ് ബി 200 ആണ്, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 50 ആണ്. അപ്പോൾ 400 പ്ലസ് 200 മൈനസ് 50, 400 പ്ലസ് 200 600 മൈനസ് 50 550. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി 550 എന്ന് കിട്ടി. ഇവിടെയാണ് പ്രശ്നമുള്ളത്. എൻ ഓഫ് യു 500ഉം എൻ ഓഫ് എ യൂണിയൻ ബി 550. എൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സെറ്റാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അത് എയും ബി എ യൂണിയൻ ബി എയും എല്ലാം ഉൾക്കൊള്ളും. അപ്പോൾ എല്ലാ സെറ്റിനേക്കാളും വലിയ സെറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും യുവിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് മറ്റെല്ലാത്തിലെയും നമ്പർ ഓഫ് എലമെന്റ്സിനേക്കാൾ കൂടുതലായിരിക്കണം. പക്ഷെ ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, എൻ ഓഫ് യു 500ഉം എൻ ഓഫ് എ യൂണിയൻ ബി 550. ഏതാ വലുത്? എൻ ഓഫ് എ യൂണിയൻ ബി ആണ് വലുത്. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ എൻ ഓഫ് യു. അത് സാധ്യമല്ല. കാരണം യു യൂണിവേഴ്സൽ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് മീൻസ് എല്ലാത്തിൻ്റെയും സൂപ്പർ സെറ്റാണ്. അപ്പോൾ എ യൂണിയൻ ബിയുടെയും സൂപ്പർ സെറ്റാണ് യു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എ യൂണിയൻ ബി യുവിൻ്റെ സബ്സെറ്റാണ്. എ യൂണിയൻ ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യു ആണ്. അപ്പോൾ ഒരിക്കലും എ യൂണിയൻ ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് യുവിലെ നമ്പർ ഓഫ് എലമെന്റ്സിനേക്കാൾ കൂടുതലാകാൻ കഴിയില്ല. ഇവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ എൻ ഓഫ് യു, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. പോസിബിൾ അല്ല, സിൻസ് എ യൂണിയൻ ബി സബ്സെറ്റ് ഓഫ് യു. അതുകൊണ്ട് ഹെൻസ് ദിസ് ഡാറ്റ ഈസ് ഇൻകറക്റ്റ്. അതുകൊണ്ട് ഈ ഡാറ്റ ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നോക്കുന്നത്. പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. സിമ്പിൾ പ്രോബ്ലം ആണെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കാറുണ്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ച് ഇതിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം യു വരുന്ന പ്രോബ്ലം, അതിൻ്റെ കോംപ്ലിമെൻ്റ് ഒക്കെ ഉപയോഗിക്കുന്ന
ക്വസ്റ്റ്യന് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇത് നന്നായിട്ടിത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.